എടാമ്പറമ്പ് തടയണയിൽ ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോഴായിരുന്നു ചുള്ളിമട സ്വദേശിയായ പൊന്നുമണി ഈ വഴി വാഹനത്തിൽ അങ്ങോട്ട് മുറിച്ച് കടക്കാൻ പോയത്. അപ്പോൾ വെള്ളം കുത്തിയൊലിച്ച് വരികയാണല്ലോ, സ്വാഭാവികമായിട്ട് നില കിട്ടിയില്ല. അതിൻ്റെ സൈഡിലൊരു പില്ലറിൽ പിടിച്ചു നിന്നു. അപ്പോൾ അതെ ഭാഗ്യത്തിന്, പൊന്നുമണിയുടെ ഭാഗ്യത്തിനോടെ ശിവൻചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് ആളുകളുണ്ടായിരുന്നു. ശിവൻചേട്ടൻ്റെ നേതൃത്വത്തിലാണ് പൊന്നുമണിയെ രക്ഷിച്ചത്. ഇന്നലത്തെ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? വന്നു അപ്പോൾ ജനങ്ങൾ ഓടിക്കൊണ്ട് വരുന്നത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണൊക്കെ ഇവിടെ ഉള്ളായിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ വെള്ളം കാണാൻ വന്നതായി, പെൺകുട്ടികൾ. അപ്പോൾ അവരിങ്ങനെ കണ്ടതും അതിൽ ഓടി ജനങ്ങളെ വിളിക്കാതെ തന്നെ ആരുമില്ല. അവിടെ തേപ്പ് പണി ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് സ്ത്രീകളും 2 പുരുഷന്മാർ ഓടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ ബൈക്കിൽ വന്നു, എന്താ പോകുന്നു ചോദിച്ചപ്പോൾ ഒരാൾ ബൈക്കും കൂടെ പുഴയിൽ പെട്ടിരിക്കുന്നു ഒന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. എൻ്റെ കൂട്ടത്തിൽ കുട്ടിച്ചേക്കനുണ്ടായിരുന്നു, അവനെയും വന്ന് 2 ആളും കൂടി അവരൊക്കെ കൂടി കൈ കോർത്ത്, കയറുണ്ടായിരുന്നില്ല, അപ്പോൾ കൈ കോർത്ത് വലിച്ചെടുക്കുമായിരുന്നു അയാളെ. ഈ ഒഴുക്കിൽ എങ്ങനെ ചേട്ടാ അവിടെ നിൽക്കാൻ പറ്റില്ല? അങ്ങനെ നിന്നു. എനിക്ക് നല്ല പരിചയമുണ്ട്, എനിക്ക് ഇന്നവിടെ പോയാൽ ഇന്നവിടെ പോകാമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കുറേ കൊല്ലമായി ഈ പുഴയിൽ കൂടെ പോക്കും വരെ. ഞാൻ കാലത്ത് പോയിട്ട് വരുന്നവനാണ്. അന്ന് അത്ര വെള്ളമില്ല, പിന്നീട് വെള്ളം കൂടിയത്. ഒപ്പുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? എൻ്റെ കൂടെ ഒരു അഖില് വേണ്ട ഒരു കുട്ടിച്ചേക്കനുണ്ട്, പിന്നെ ഒരു കെട്ടുകാരൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ പുറമേ 2-3 ആൾക്കാർ ഇവിടെ വെള്ളം കാണാൻ വന്നവരും ഉണ്ടായിരുന്നു. പൊന്നുമണി എന്താണ് പറഞ്ഞത്? ഇറച്ചിയിട്ട് ആൾ മരണത്തിൽ രക്ഷപ്പെട്ട പോലെയാണല്ലോ, പിന്നെ ആളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആളൊന്നും. 9 പേരും മരിച്ച മരണക്കേടാണ് ഇവിടെ അല്ലേ? 9 എണ്ണം പെട്ടതാണ്, 9 എണ്ണം മരിച്ചതാണ്. അപ്പോൾ അപകടമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഈ വെള്ളം വരുമ്പോൾ മാത്രം, മഴക്കാലത്ത് മാത്രം. 1/2 കിലോമീറ്റർ എത്തിയ ബാങ്ക് റോഡ് എത്തി, ഇവിടുന്ന് ബാങ്ക് റോഡ് എത്തി. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ആൾ കടന്നു പോകാനുള്ള ജനങ്ങൾ വരുന്നത്. ഏതായാലും ചേട്ടനുള്ള കാരണം രക്ഷപ്പെട്ടു. ഇത് 1/2 കിലോമീറ്റർ ചുറ്റിപ്പോയാൽ മതി, പക്ഷെ അതിനാണ് പകരം ഇത് മുറിച്ച് കടക്കാൻ പോയപ്പോഴാണ് ഈ അപകടമൊക്കെ ഉണ്ടായത്. ഏതായാലും ഈ ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഇവിടെ റോഡൊക്കെ ഏതായാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ആരും പോകാതിരിക്കാനൊക്കെ നാട്ടുകാർ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മൽകോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.